പുതുതായി മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഞാൻ പോയിരുന്നു. വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയും കുടിവെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഇതുപോലെ മഴനിഴൽ പ്രദേശമായ മറ്റൊരു പ്രദേശം നമുക്ക് കാണാൻ പ്രയാസമാണ്. നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട്. പണ്ട് 2 തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി ബോർവെല്ലുകൾ കുഴിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത്. പണ്ട് 150 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ 450 അടി കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന, കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത, വേനൽക്കാലത്ത് മരങ്ങൾ പോലും ഉണങ്ങിപ്പോകുന്ന ഈ മഴനിഴൽ പ്രദേശത്ത് പ്രതിദിനം ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. സംസ്ഥാന ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത്. 2022 ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി, മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു. 2022 ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനുമൊക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത്. അന്ന് സംസ്ഥാന ഗവൺമെൻറ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2019 ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന സമയത്താണ്, 2018 അന്ന് കണ്ണൂർ വാരത്തടക്കം 3-4 പുതിയ ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു. വെള്ളക്കടലാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ 2022 ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു. എൻ്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്റ്റ് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്. ഫലത്തിലുള്ള സ്ഥിതി എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇനിയും കിട്ടാൻ പോകുന്നില്ല. അതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടിയാണ്. സർക്കാരിൻ്റെ ഒരു ഡിസ്റ്ററി അവിടെയുണ്ട്. പഴയ ചിറ്റൂർ ഷുഗർസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലബാർ ഡിസ്റ്ററീസ്. അവിടെ പ്രൊഡക്ഷൻ ഇല്ല, കാരണം വെള്ളമില്ലാത്തതുകൊണ്ടാണ്.
പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി 1,00,000 ലിറ്റർ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അതിന് വാട്ടർ അതോറിറ്റിക്ക് പണമടച്ച് കാത്തിരിക്കുകയാണ്. സ്വന്തം വകുപ്പിലുള്ള ഒരു ഡിസ്റ്ററി, പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്ററിക്ക് 1,00,000 ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10,00,000 ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇതാരെ സഹായിക്കാനാണ്? പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്ററീസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. പണം കെട്ടിവെച്ചിട്ട് മാസങ്ങളായി. അവർക്ക് 1,00,000 ലിറ്റർ വെള്ളം കൊടുക്കാനില്ല. അവിടെയാണ് 10,00,000 ലിറ്റർ വെള്ളം ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നത്. എവിടെ നിന്ന് വെള്ളം ഉണ്ടാകും? അവിടെ മഴവെള്ളം ഉണ്ടത്. മഴവെള്ളം ഏറ്റവും കുറവ് ലഭിക്കുന്ന സ്ഥലമാണ്. കാരണം റെയിൻ ഷാഡോ റീജിയനാണ്, മഴനിഴൽ പ്രദേശമാണ്. പിന്നെ പറയുന്ന മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളമെടുക്കുമെന്നാണ്. മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് കൊടുക്കാവൂവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. കേരളത്തിൻ്റെ നെല്ലറിയായ പാലക്കാട്ട് കൃഷിക്ക് പോലും വെള്ളമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് അവർ കർഷകർ സമ്പാദിച്ചത്. അപ്പം അതിന് പോലും വെള്ളമില്ലാത്തപ്പോൾ ഇത്തരം ഒരു മദ്യനിർമ്മാണ യൂണിറ്റുകൾ, ഒന്നല്ല 4-5 യൂണിറ്റുകൾ ഒരുമിച്ച് സ്ഥാപിച്ച് പ്രതിദിനം 10,00,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഈ പ്ലാന്റ് ആർക്ക് വേണ്ടി? ഈ കമ്പനിയെ സഹായിക്കേണ്ട ബാധ്യത ആർക്ക്? ഈ കമ്പനിക്ക് അമിതമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആർക്ക് വേണ്ടി? ഓർമ്മയുണ്ടാകും പ്ലാച്ചിമടയിൽ നടന്ന സമരം. പ്ലാച്ചിമടയിൽ നടന്ന സമരം കൊക്കക്കോള എന്ന അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കൊക്കക്കോള കമ്പനി പൂട്ടാൻ വേണ്ടിയായിരുന്നു. അന്ന് നമ്മൾ ഉന്നയിച്ച് ജലചൂഷണമായിരുന്നു. അന്ന് CPM-ൻ്റെ നേതൃത്വത്തിൽ, ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന സമരം കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് VS അച്യുതാനന്ദൻ സജീവമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് ഞാൻ ആലോചിച്ചു പോയി. VS അച്യുതാനന്ദനെ പിന്നിലുള്ള എൻ്റെ ബഹുമാനം വർദ്ധിക്കുകയാണ്. അവിടെ ആ പോരാട്ടത്തിൽ ഒരിടത്തും പിണറായി അവിടെ കണ്ടിട്ടില്ല. അദ്ദേഹം അന്ന് എതിരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടതുമുന്നണി ആ പോരാട്ടം നടത്തി പ്ലാന്റ് അടച്ചുപൂട്ടി. അവരെ പെപ്സി കമ്പനി അടച്ചുപൂട്ടി. അവിടെയാണ് ഇപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ എത്തനോൾ, സ്പിരിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അതോടൊപ്പം തന്നെ ബിയർ, വൈന് തുടങ്ങിയിട്ടുള്ള 5-6ഓളം വലിയ യൂണിറ്റുകൾ വരാൻ പോകുന്നത്. ഇത് കേരളത്തിന് ഗുണകരമാണോ? പാലക്കാട്ടെ കർഷകർക്കും സാധാരണക്കാർക്കും ഗുണകരമാണോ? ആ ചോദ്യമാണ് ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഇത്രയായിട്ടും മുഖ്യമന്ത്രി ഇത് പിൻവലിക്കുക. അദ്ദേഹം പറയുന്നത് ടാറ്റ വന്നാൽ, ഒരു വ്യവസായമായിട്ട് വന്നാൽ ഞാൻ ടെൻഡർ വിളിക്കണമെന്ന് ചോദിക്കുന്നു. ടാറ്റയെയും ബിർളയെയും എത്ര സന്തോഷത്തോടെയാണ് പിണറായി വിജയൻ സ്വാഗതം ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല താനെന്ന് പിണറായി വിജയൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാവോസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായിട്ടാണ് ഇടതുമുന്നണി ഒരു മന്ത്രി അയക്കുന്നത്. ഡാവോസിൽ കയറുന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവിടെ പങ്കെടുക്കുന്നത്. ഡാവോസിൽ ചേർന്ന ഈ ഉന്നത കോൺക്ലേവിനെ പാരലായി പണ്ട് ബോംബെയിൽ MA ബേബിയും പ്രകാശ് കാരാട്ടുമൊക്കെ ചേർന്ന് സമാന്തരമായ ഉച്ചകോടി നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും പരിപാടികളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് കുത്തക മുതലാളിമാരുടെയും സാമ്പത്തിക കുത്തകകളുടെയും ഏജന്റന്മാരായി കേരളത്തിലെ ഭരണകൂടം മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നവലിബറൽ സമീപനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചപ്പോൾ മുതൽ
ഇത് ആരംഭിച്ചതാണ്. ലാവ്ലിൻ കമ്പനിയുമായി ചേർന്ന് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് മുതൽ ആരംഭിച്ചതാണ്. ഇന്ന് ഇന്ത്യയിലെയും പുറത്തുമുള്ള സാമ്പത്തിക കുത്തകകളെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാതെ അവരെ ഞെരുക്കുകയും ശതകോടീശ്വരന്മാർക്ക് വേണ്ടി കേരളത്തിൽ ചുവപ്പ് പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഇതിനെതിരായി മുന്നോട്ട് വരേണ്ട കമ്മ്യൂണിസ്റ്റുകാരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്ലാച്ചിമട സമരത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് CPI ആയിരുന്നു. ആ CPIയുടെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. CPI അഭിപ്രായം പറയണം. 1999 നയനാർ മുഖ്യമന്ത്രി ആയ കാലത്താണ് ഒരു ഉത്തരവിറക്കിയത്, ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ വേണ്ട എന്ന്. നയനാർ കൊണ്ടുവന്ന ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മദ്യനിർമ്മാണ യൂണിറ്റ് ഒന്നല്ല 6ഓളം വലിയ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. ഏതായാലും ശരി, ഇതിനെതിരായിട്ടുള്ള പോരാട്ടവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, അത് നിങ്ങൾക്ക് തരാം. കേരള സ്മാൾ ഹൈഡ്രോ പവർ പോളിസിയാണ്, 2012 ആ പോളിസിയിൽ പറയുന്നത് ഇത് ചെറിയ ജലവൈദ്യുതി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇത് ഡ്രാഫ്റ്റ് പോളിസിയാണ്. അതിനുവേണ്ടി ഏറ്റവും ആ പോളിസി പ്രകാരം സ്വകാര്യ വ്യക്തികൾക്കല്ല ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാനുള്ള ഒരു പോളിസിയാണിത്. ആ പോളിസി പ്രകാരമാണ്, ആ പോളിസി വരുന്നതിന് മുമ്പ് തന്നെ നയനാർ ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് മണിയാറിൽ, പത്തനംതിട്ട ജില്ലയിലെ മണിയാറിൽ പുതിയതായി BOT വ്യവസ്ഥയിൽ ഒരു കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം കൊടുത്തു. 30 വർഷത്തേക്കായിരുന്നു അനുവാദം. ആ 30 വർഷം ഈ ഡിസംബർ 31 തീർന്നു. ഇതുവരെ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല. നിയമസഭയിൽ ഞാൻ സബ്മിഷനായി അവതരിപ്പിച്ചതാണ്. വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ എവർക്ക് തന്നെ കൊടുക്കുമെന്ന് മട്ടി പറഞ്ഞു. 30 വർഷം BOT ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആ പദ്ധതി പ്രകാരം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും അവർക്ക് കൊടുക്കുന്നത് വൻ അഴിമതിയാണ്. ഇപ്പം തന്നെയുണ്ട് 10, 600, 700 കോടി രൂപയുടെ പ്രയോജനം കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 30 വർഷത്തേക്കാണ്. അൺഇൻറ്ററപ്റ്റഡായി വെള്ളം കിട്ടുന്നതാണ്. കാരണം ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പം 30 വർഷം അവർക്ക് സൗജന്യമായി അവരുടെ വ്യവസായങ്ങൾക്ക് വൈദ്യുതി കിട്ടി. ബാക്കിയുള്ള വൈദ്യുതി ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുകയാണ് കമ്പനി. കാലാവധി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് തിരികെ നൽകണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഇത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല, തീരുമാനമെടുക്കുന്നില്ല. കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. വൈദ്യുതി മന്ത്രി പറഞ്ഞ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമ്പനിക്ക് വേണ്ടി നിൽക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹൈഡ്രോ പോളിസിയിൽ തന്നെ മാറ്റം വരുത്താൻ പോവുകയാണ്. ഈ സ്മോൾ ഹൈഡ്രോ പവർ പ്രോജക്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഇത് കൊടുക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല, ഇത് സമ്പന്നന്മാരുടെ ഗവൺമെൻറ്റാണ്. അതിസമ്പന്നന്മാരും ശതകോടീശ്വരന്മാരുമാണ് ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോജനം നേടുന്നത്. ഇനി ഞാൻ രാവിലെ മുഖ്യമന്ത്രിയായി സംസാരിച്ചു. കേരളത്തിൽ എല്ലാ റേഷൻ കടകളും അടച്ചിടുകയാണ്. ഇന്ന് മുതൽ സമരമാണ്. ഇത് സാധാരണക്കാരാണ് റേഷൻ കടയിൽ പോകുന്നത്. അടിയന്തരമായി മുഖ്യമന്ത്രി
റേഷൻ കടക്കാരുടെ അസോസിയേഷനുമായി ചർച്ച ചെയ്യണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി നിയമപരമായിട്ട് ഇവർ സ്പിരിറ്റോ വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിവെച്ചേക്കട്ടെ രാജേഷ്. അങ്ങനെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരെയോ MLA-മാരുടെയോ ഡിസ്റ്ററിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് നിയമപരമായിട്ടാണല്ലോ വാങ്ങുന്നത്, അത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്കറിയില്ല ആരാന്ന്. അതറിയാവുന്ന അങ്ങനെ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് റദ്ദ് ചെയ്യട്ടെന്നേ. കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കയ്യിൽ നിന്നോ MLA-മാരുടെ ഉടമസ്ഥതയിലുള്ള ഡിസ്റ്ററീസിൽ നിന്നോ സ്പിരിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് റദ്ദ് ചെയ്തോട്ടെ, ഞങ്ങൾക്കെന്ത് കാര്യം? അദ്ദേഹം അതിന് തയ്യാറാവട്ടെ. ME ഗോവിന്ദൻ പറഞ്ഞത് എനിക്കങ്ങനെ ആരോപിക്കാനുള്ള രേഖ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്നില്ലെന്ന്. അത്തരം ഡിസ്റ്ററികളിൽ നിന്ന് വാങ്ങേണ്ടതേ അതങ്ങ് ക്യാൻസൽ ചെയ്തോട്ട്, ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. ഞങ്ങൾക്കറിയില്ല, രാജേഷ് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ജോലിയില്ല. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യട്ടെ ആദ്യം. കേരളത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളമാണോ വേണ്ടത്, സ്പിരിറ്റാണോ വേണ്ടത്? മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലാതെ ഒരു നേരത്തെ ആഹാരം പോലും പാകം ചെയ്യാൻ കഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെള്ളമാണോ വേണ്ടത്, ജനങ്ങൾക്ക് സ്പിരിറ്റാണോ വേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു, മെമ്പർമാരോട് സംസാരിച്ചു. അവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്ന പഞ്ചായത്തിൻ്റെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പോയെന്ന്, പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റി അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് അനുവാദം കൊടുക്കാനും പോകുന്നില്ല. അത് എന്നോട് അവരും പറഞ്ഞു, പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ ഏതോ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇവർ, സെക്രട്ടറി അല്ലെന്നാണ് പറയുന്നത്, ഏതോ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ചർച്ച ചെയ്തെന്നു. പക്ഷെ പഞ്ചായത്ത് സമിതി അറിയുകയോ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുകയോ ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് അവരറിഞ്ഞിട്ടില്ലെന്നാണ്. തന്നെയുമല്ല, ഈ മദ്യനിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞല്ല യോഗം വിളിച്ചതെന്നാണ് അവർ പറയുന്നത്. തീരുമാനം എടുത്തിട്ടൊന്നുമില്ല, യോഗത്തിന് വിളിച്ചെന്നല്ലോ. തീരുമാനം പഞ്ചായത്ത് സമിതി കൂടിയിട്ടല്ലേ ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ MLA-യോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടുത്തെ MP-യോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ആ ഓർഡറിനകത്ത് പറയുന്നത് കഞ്ചിക്കോടെന്നാണ്. കഞ്ചിക്കോടല്ല അത്, അവിടെ നിന്ന് 7 കിലോമീറ്റർ, എലപ്പുള്ളിയിൽ നിന്ന് 7 കിലോമീറ്റർ അപ്പുറത്താണ്. പിന്നീടാണ് അറിയുന്നത് എലപ്പുള്ളിയാണെന്നാണ്. അപ്പോൾ ഇത് ടോട്ടൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്യാബിനറ്റ് ഉത്തരവ് എലപ്പുള്ളി പഞ്ചായത്തെന്നാണ്, എലപ്പുള്ളി പഞ്ചായത്താണെന്ന് ചൂണ്ടിക്കാണിച്ചില്ല, കഞ്ചിക്കോടെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ തവണയും അവിടെ ബ്രൂവറി തൊട്ടടുത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥാപിക്കാൻ പോയപ്പോൾ മുഴുവൻ ജനങ്ങളും, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം, അവിടുത്തെ ഭൂമി ഇങ്ങനെ വെണ്ടി കീറി കിടക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അതിനെതിരാണ്. കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുന്നൊരു സ്ഥലത്താണ് ഈ പ്ലാന്റ് വെക്കുന്നത്. അവരെ തന്നെയല്ല ഇതിന് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ല, എൻവയോൺമെൻറ്റ് സ്റ്റഡി ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്തെ ജനങ്ങളുമായിട്ടൊരു പബ്ലിക് ഹിയറിങ് നടത്താൻ തയ്യാറായിട്ടില്ല. അപ്പോൾ CPI-യുടെ ജില്ലാ കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് ഇത് പിൻവലിക്കണം, പാലക്കാട് ജില്ലാ കമ്മിറ്റി. അപ്പോൾ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ല, ഇതിനെപ്പറ്റി തീരുമാനിക്കാം. എലപ്പുള്ളി മാറ്റുമെന്നറിയാം, എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യട്ടെ.
നമുക്ക് നോക്കാതല്ല, അവരുടെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇത് പിൻവലിക്കണമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അവരാ CPI ആയിരുന്നു പ്ലാച്ചിമട സമരത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത്. അവന് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയും കർഷകൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മുന്നിൽ നിന്നൊരു പ്രസ്ഥാനമായിരുന്നു. ഇപ്പോഴും അവർ ആ നിലപാട് സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ തീരുമാനിക്കണം. ഈ പദ്ധതി അവിടുത്തെ ജനങ്ങൾക്ക് ആപത്താണ്, അത് പിൻവലിക്കാൻ തയ്യാറാകണം എന്ന് CPI ആവശ്യപ്പെടേണ്ടതാണ്. അല്ല, അദ്ദേഹത്തിനാണ് ഇപ്പോൾ താല്പര്യം കൂടുതൽ ഇതിനകത്ത്. അദ്ദേഹം അവിടെ MP ആയിരുന്ന ആളാണ്, അദ്ദേഹത്തിന് ആ പ്രദേശത്തെ അറിയാവുന്ന ഒരാളാണ്. MP രാജേഷിനെ പോലെ DYFIയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരാളിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നിലപാട് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് അഴിമതി ഉണ്ടല്ലോ, ആരോരും അറിയാതെ. ഇവിടെ പണ്ട് കാലത്ത് നയനാർ ഗവൺമെൻറ് കാലത്ത് ചെയ്തത്, നയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അത് പത്രത്തിൽ പബ്ലിഷ് ചെയ്തു. ആർക്കെങ്കിലും ഞങ്ങളിങ്ങനെ തുടങ്ങാൻ പോകുന്നു, ഡിസ്റ്ററീസ് പ്രൈവറ്റ് മേഖലയിൽ തുടങ്ങാൻ പോകുന്നു, ആർക്കും അപേക്ഷിക്കാം. 100 കണക്കിന് അപേക്ഷകൾ വന്നിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് 5 പേർക്ക് കൊടുത്തത്. ഇത് ആരോരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചു വരുത്തി അവർക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കൽ റിജക്റ്റ് ചെയ്യുന്നു, പിന്നെ അവർക്ക് വേണ്ടി മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു, അത് കഴിഞ്ഞ് അവർക്ക് തന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നത് അഴിമതി തന്നെയാണ്. അല്ല, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇവിടെ അങ്ങനെ ഔദ്യോഗികമായ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞാലോ, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇതുവരെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു ചർച്ച ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞാൽ ഏറ്റവും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. ഈ സന്ദർഭത്തിൽ പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാർട്ടിയെ മുന്നണിയെയും നയിക്കുക, ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അണിനിരത്തുക എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനും ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞാൻ 2010 KPC പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് 70% പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും നമ്മൾ പിടിച്ചെടുത്തത്. അതുപോലെ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ്. അല്ല, അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആവശ്യം. അതല്ല, ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും പുറത്തു വരും. മറ്റു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പുറത്തു വരില്ല. ഇതാണ് വ്യത്യാസം. ഇല്ലെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് മൊത്തം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടണം. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടണം. കാരണം ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിനൊപ്പം നമ്മൾ സജീവമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. പൂർണ്ണ പിന്തുണ കിട്ടുന്നുണ്ട്. അങ്ങനെ യാതൊരു പിന്തുണക്കുറവുമില്ല. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇന്ന് കാണുന്നുണ്ട്, ഉണ്ടെ ചോദിച്ചിട്ട് പറയാം. മറ്റൊരു കാര്യം, ഈ പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തുല്യത എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുകയാണല്ലോ. കോൺഗ്രസ് ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞു കാണില്ല. എന്താണ്?
അല്ല, ആവശ്യത്തിൻ്റെ അഭിപ്രായം എം വി ഗോവിന്ദൻ പറയാനുണ്ടല്ലോ, അദ്ദേഹം ഒന്ന് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് ബാക്കി. എന്താണ് ആ എം പി അല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം? കാന്തപുരത്തിനെതിരെ എം വി ഗോവിന്ദൻ മാസ്റ്റർ കുറേ ദിവസമായി അഭിപ്രായ പ്രകടനം നടത്തുകയല്ലേ. അപ്പം ആ അഭിപ്രായങ്ങളും കൂടെ തുടരട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ പറയാം. എം വി ഗോവിന്ദൻ എടുത്ത സ്റ്റാൻഡ് തൽക്കാലം ഗോവിന്ദൻ മാസ്റ്ററും കാന്തപുരവും തമ്മിലുള്ള പോരാട്ടം നടക്കട്ടെ.